നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ ധന വിശദീകരണത്തിലേക്ക്, ധനം എന്നതിൻ്റെ വിശദീകരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഒരു പദമാണ് ജീവിതത്തിൽ ധനമെന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ഒരു വിശദീകരണം, കൃത്യമായ വിശദീകരണം ആവശ്യമാണ് എന്നതിനാലാണ് മലയാളികൾക്ക് കൃത്യമായ ആ അറിവിലേക്ക് എത്താൻ സഹായിക്കുന്ന ഈ പ്രക്ഷേപണം, അക്ഷരാർത്ഥം ഇവിടെ നൽകുന്നത്. ധനം എന്ന് പറഞ്ഞാൽ അത് ധർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധനം ധർമ്മമാണ്, അഥവാ ധർമ്മമാണ് ധനം. അതിനോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ധനം ധർമ്മമാണ്, ധർമ്മമാണ് പ്രാണൻ. ധനം ധർമ്മമാണ്, ധർമ്മമാണ് പ്രാണൻ. പ്രാണൻ, ധർമ്മം, ധനം, ഈ മൂന്നും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ധർമ്മത്തിലൂടെ പ്രാപ്തമാവുന്നത് മാത്രമാണ് ധനം. ധർമ്മത്തിലൂടെ പ്രാപ്തമാവുന്നത് മാത്രം, വേറൊന്നും ധനമല്ല. ആളുകൾ എങ്ങനെയെങ്കിലും സമ്പാദിക്കുന്നത് അഥവാ കുമിച്ചു കൂട്ടുന്നത് ധനമല്ല. ധനം എന്ന് പറയണമെങ്കിൽ, ധനമാകണമെങ്കിൽ അത് ധാർമ്മികമാകണം. ധാർമ്മികമല്ലാത്തത് ധനമല്ല. അതിന് ഭാരതീയ ഭാഷയിൽ ഒരു പദമുണ്ട്, അത് ഋണം എന്നാണ്. ഋണം എന്നാണ് ധനത്തിൻ്റെ വിപരീതത്തിന് പറയുന്നത്. ധർമ്മ അടിസ്ഥാനത്തിലുള്ള ധനം ഒരാൾക്ക് പ്രാണസംരക്ഷകമാകുമ്പോൾ, അതല്ലാത്തത്, ധനമല്ലാത്തത് അയാളുടെ ജീവൻ എടുക്കാൻ മാത്രം പ്രാപ്തമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളിവിടെ പറയുകയാണ്, വെളിപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്തവാക്യം ഞാൻ പറയാം. ധർമ്മോ രക്ഷതി രക്ഷിത. അക്ഷരാർത്ഥത്തിൽ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്, വാക്യമാണ്. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മവും രക്ഷിക്കുന്നു. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു. രക്ഷിക്കുന്നത് എന്തിനെ എന്നുള്ള ചോദ്യം യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കാൻ ബാധ്യസ്ഥരാണ്. ഭാഷാടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കാൻ ബാധ്യസ്ഥരാണ്. എന്തിനെ രക്ഷിക്കുന്നു, എന്തിനെ സംരക്ഷിക്കുന്നു? ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മം രക്ഷിക്കുന്നു. എന്തിനെ? ധർമ്മത്തെ രക്ഷിക്കുന്നതിനെ ധർമ്മവും രക്ഷിക്കുന്നു. ധർമ്മം എന്തിനെ രക്ഷിക്കുന്നു? ധർമ്മം ധർമ്മത്തെ സംരക്ഷിക്കുന്ന പ്രാണനെ രക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതുവരെ അത് ആരും പറഞ്ഞു തന്നിട്ടില്ല. ധർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ മുന്നത്തെ വിശദീകരണങ്ങളിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ധർമാനുഷ്ഠാനം കർമ്മം, കർമാനുഷ്ഠാനം ധർമ്മം. നമുക്കെല്ലാവർക്കും അറിയാം, അക്ഷരാർത്ഥത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്.
ധാർമ്മികമായ കർമ്മങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് മാത്രമാണ് ധനമെന്ന് പറയുന്നത്. ധനത്തിനെ നമ്മൾ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്, അർത്ഥമെന്ന് പറയുന്നുണ്ട്. അർത്ഥത്തെ നമ്മൾ വിശദീകരിച്ചപ്പോൾ 3 കാര്യങ്ങളായി നമ്മൾ വിശദീകരിച്ചു. 1, അർത്ഥം എന്ന് പറയുന്നത് ധനം. 2, അർത്ഥം എന്ന് പറയുന്നത് അക്ഷരത്തിൻ്റെ അർത്ഥം. 3, ധനം എന്ന് പറയുന്നത് ശക്തി. ഇത് 3ഉം പ്രാണനെ സംരക്ഷിക്കുന്നതാണ്. ശക്തി ക്ഷയിച്ചാൽ പ്രാണൻ ദുർബലമാകും. അർത്ഥം കുറഞ്ഞാൽ പ്രാണൻ ദുർബലമാകും. ധനം കുറഞ്ഞാൽ പ്രാണൻ ദുർബലമാകും. ഈ പ്രാണനെ സംരക്ഷിക്കുന്നതാണ് ധനം. ധനം കുറയുമ്പോൾ, കുറഞ്ഞ് ഇല്ലാതാകുമ്പോൾ അത് ഋണമായി മാറുകയും ഋണം അധർമ്മത്തെ സൂചിപ്പിക്കയാൽ പ്രാണന് ഭീഷണിയായി മാറുകയും ചെയ്യുന്നു. ഇത് ഉദാത്തമായ ആശയമാണ്. ഭാരതീയ സംസ്കാര സംസ്കൃതികളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയമാണ്. ധനവാൻ എന്ന് പറഞ്ഞാൽ, ധനം എന്ന് പറയുന്നത് ധാർമ്മികമാണ്, ധർമ്മമാണ്. നീ നിന്റെ ധർമ്മം ചെയ്യുക, നീ നിന്റെ കർമ്മം ചെയ്യുക എന്ന് എല്ലായിടത്തും നമ്മളെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ധർമ്മം ധനമാണെന്ന് നമ്മൾ കേൾക്കുന്നില്ല. ധനത്തിൻ്റെ അധിപൻ നിങ്ങൾക്കറിയാം. ധനത്തിൻ്റെ അധിപൻ കുബേരനാണ്. ഈ കുബേരനെ സംരക്ഷിക്കുന്നത് വടക്കിൻ്റെ അധിപനാണ് കുബേരൻ. ഈ കുബേരനെ സംരക്ഷിച്ച് രാവണന്റെ ആക്രമണത്തിൽ നിന്ന് കുബേരനെ സംരക്ഷിച്ചത് വടക്ക് ഭാഗത്ത് കുബേരനെ പ്രതിഷ്ഠിച്ചത്, ധനത്തിൻ്റെ ദേവനായ കുബേരനെ പ്രതിഷ്ഠിച്ചത് സാക്ഷാൽ ധർമ്മമൂർത്തിയായ ഓംകാരനാഥനായ പരമശിവനാണ്. എല്ലാ അർത്ഥങ്ങളുടെയും നാഥനായ പരമാർത്ഥമായ ഓംകാരേശ്വരനായ നാദബ്രഹ്മമായ അദ്വൈതമായ അക്ഷരമായ ശിവന്റെ പ്രതിഷ്ഠയാണ്. ശിവനാണ് ധനത്തിൻ്റെ ദേവനെ വടക്ക് ഭാഗത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ധർമ്മവും ധനവും ഒന്നാണ് എന്നാണ്. ധർമ്മമുള്ളിടത്തെ ശക്തിയുള്ളൂ, ശിവനുള്ളിടത്തെ ശക്തിയുള്ളൂ. ധർമ്മമുള്ളിടത്തെ പ്രാണനുള്ളൂ. ശക്തി പ്രാണനാണ്, പ്രാണശക്തി നമുക്കറിയാം. ഈ പ്രാണനെ സംരക്ഷിക്കുന്നത് ധർമ്മമാണ്. ഈ ധർമ്മമാണ് ധനം. ഈ ധനത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ അക്ഷരാർത്ഥത്തിലൂടെ ഇന്ന് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി മലയാളികൾക്ക് പറഞ്ഞു തരുന്നത്. വേദത്തിൻ്റെ, പുരാണശാസ്ത്രങ്ങളുടെ, ഭാരത സംസ്കാര സംസ്കൃതികളുടെ, സാഹിത്യകലാദികളുടെ അടിസ്ഥാനമായ അക്ഷരമാകുന്ന അദ്വൈതമാകുന്ന ഓംകാരത്തിൻ്റെ പൊരുളെന്ന് പറയുന്ന ധർമ്മമാകുന്ന ധനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ധർമ്മമാണ് പ്രാണനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത്. ധർമാനുഷ്ഠാനം കർമ്മം, കർമാനുഷ്ഠാനം ധർമ്മം. കർമ്മമനുഷ്ഠിച്ച് നേടുന്നതെന്തോ, ധർമ്മമനുഷ്ഠിച്ച് നേടുന്നതെന്തോ അത് ധനം, അതുമാത്രം ധനം. ഈ ധനത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക. ഈ അർത്ഥത്തെ, ഈ പരമാർത്ഥത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളുടെ ജീവിതം മാറിമറിയും. സത്യത്തെ നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ പ്രാണനെ അത് സംരക്ഷിക്കും.
ധർമ്മോ രക്ഷതി രക്ഷിത. നന്ദി, നമസ്കാരം.